പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഈതൻ ടി വി ഒരുക്കുന്ന ശാബത്ത് സ്കൂൾ ലെസൺ സ്റ്റഡിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ക്വാർട്ടറിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ്. വൻ വിവാദം അത് എവിടെ എപ്പോഴും ആരംഭിച്ചു, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നുവോ, അത് ഈ വൻ പോരാട്ടം അല്ലെങ്കിൽ വൻ വിവാദം എപ്പോഴും അവസാനിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഈ ക്വാർട്ടറിലെ പാഠപഠനത്തിൽ കൂടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 5ാമത്തെ പാഠമാണ് നമുക്കിന്ന് പഠിക്കുവാനുള്ളത്. ഫെയ്ത്ത് എഗൻസ്റ്റ് ഓൾ ഓഡ്സ്, എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായ വിശ്വാസം. നാം സത്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പലപ്പോഴും പല പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വേണം എന്നുള്ളതാണ് ഇന്നത്തെ പാഠത്തിൻ്റെ തലക്കെട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന മനപ്പാഠവാക്യം സങ്കീർത്തനങ്ങൾ 119:11. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ദൈവത്തോട് നാം പാപം ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നതിന് ദൈവത്തിൻ്റെ തിരുവചന ഭാഗങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. നമ്മൾ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണ കർത്താക്കളെ നമ്മൾ നോക്കുമ്പോൾ ആ പ്രൊട്ടസ്റ്റൻ്റ് നവീകരണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും പുരുഷന്മാർക്കും അവരുടെ ജീവിതത്തിൽ വളരെ അധികം ലക്ഷ്യം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അവർ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അതിപ്രധാനമായിരുന്നു. അവർ വിശ്വസിച്ചിരുന്ന സത്യത്തിൽ ഒരു വിട്ടുവീഴ്ച പോലും ചെയ്യുവാൻ അവർ ഒരുക്കമല്ലായിരുന്നു. അവർ വിശ്വസിച്ചിരുന്ന ആ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ അടിസ്ഥാന ഘടകങ്ങളായിരുന്നു. ഈ വിശ്വാസങ്ങളെ, അവർ വിശ്വസിച്ചിരുന്ന സത്യങ്ങളെ നിഷേധിക്കുന്നത് അവരെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് മരണത്തിൻ്റെ മുൻപിൽ പോലും അവർക്കൊരു ആന്തരിക സമാധാനം ലഭിച്ചിരുന്നു എന്ന് ഓരോ വ്യക്തികളെയും നാം എടുത്ത് അവരുടെ ജീവിതങ്ങളെയും അവരുടെ വിശ്വാസത്തെയും അവർ വിശ്വാസത്തിന് വേണ്ടിയിട്ട് സത്യത്തിന് വേണ്ടിയിട്ട് നിന്ന കാര്യങ്ങളും നാം പഠിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്കത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ പാഠത്തിൽ കൂടെ നവീകരണ കർത്താക്കളിലെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ ലക്ഷ്യവും നമ്മൾ നിൽക്കുന്നതും എന്തിനും അല്ലെങ്കിൽ ആ തിരുവചന ഭാഗങ്ങൾ അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന തിരുവചനങ്ങൾ നാം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല. പരിഷ്കരണ കർത്താക്കൾ അത് അവസാനിപ്പിച്ചില്ല, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അവർ നിർത്തിയിടത്ത് നിന്ന് നാം തുടങ്ങേണ്ട ആവശ്യകതയാണ് നമ്മൾ ഈ ക്വാർട്ടറിലെ പാഠത്തിൽ കൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നാം പോരാടുമ്പോൾ, നാം നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത്, നാം സംഗ്രഹിക്കേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ തിരുവചന ഭാഗങ്ങളാണ്. കാരണം അനേകം പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ പതറാതെ അല്ലെങ്കിൽ സത്യത്തെ ബലി കഴിക്കാതെ നമുക്ക് സത്യത്തിന് വേണ്ടി നിന്ന് പോരാടുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ പാഠഭാഗത്തിൽ കൂടെ നമ്മെ മനസ്സിലാക്കി തരുന്നത്. കാരണം നാം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നവരും അതുപോലെ തന്നെ നവീകരണ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജനങ്ങളിലും അനേകം വ്യക്തി ജീവിതങ്ങളിൽ ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിച്ച അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലും അവർ ജീവിക്കുന്നതിന് ഒരു ലക്ഷ്യവുമില്ലാതെ ജീവിക്കുന്ന അനേകരുണ്ട്. മരിക്കുവാനും അവർക്ക് യോഗ്യമായതൊന്നുമില്ല, ജീവിക്കുന്നതിനും അവർക്ക് യോഗ്യമായതൊന്നുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ സത്യം അറിഞ്ഞിരിക്കുന്ന നമ്മൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സത്യം ഗ്രഹിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അവരുടെ ജീവിതത്തിൽ ആ സത്യത്തിന് വേണ്ടിയിട്ട് നന്മയും തിന്മയും തമ്മിലുള്ള ആ വൻ പോരാട്ടം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ഹൃദയങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ആ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മയുടെ ഭാഗത്ത് നാം നിലനിന്നുകൊണ്ട് നാം അറിഞ്ഞിരിക്കുന്ന സത്യത്തെ നാം മുറുകെ പിടിച്ചുകൊണ്ട് ആ പരിഷ്കരണ കർത്താക്കൾ പ്രൊട്ടസ്റ്റന്റ് കാലഘട്ടത്തിലെ നവീകരണ കർത്താക്കൾ എപ്രകാരമാണോ അവരുടെ ജീവിതത്തെ സത്യത്തിന് വേണ്ടി
വേണ്ടിയിട്ട് അവർ നിലനിർത്തിക്കൊണ്ടുപോയത്, അതുപോലെ ഇന്നും നമുക്ക് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ ഭാഗഭാക്കുകളാകുവാൻ നമുക്ക് സാധിക്കും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഞായറാഴ്ചത്തെ പാഠഭാഗം ഗോഡ്സ് വേർഡ് എലോൺ, ദൈവവചനം മാത്രം. നാം സത്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കേണ്ടതിന് നമ്മുടെ കരങ്ങളിലുള്ളത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. നമ്മൾ സങ്കീർത്തനം 119 103 104 ഭാഗം നമുക്ക് വായിക്കാം. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. 119 147 ഞാൻ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റു പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. 162 വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ഇവിടെ ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനത്തോടുള്ള ദാവീദിൻ്റെ മനോഭാവം എന്തായിരുന്നു? നവീകരണ കർത്താക്കളെ ഈ വേദഭാഗങ്ങൾ എങ്ങനെ സ്വാധീനിച്ചു? ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഇതെപ്രകാരം സ്വാധീനിക്കുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഞാൻ ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, നിന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. ആ വചനം മനസ്സിലാക്കുമ്പോൾ, ആ വചനം പഠിക്കുമ്പോൾ, ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ നമ്മൾ വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നവീകരണ കർത്താക്കളുടെ ജീവിതങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ പഠിപ്പിക്കലിൻ്റെയും അവരുടെ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തിരുവചനങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ 1 പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം കൈകാര്യം ചെയ്യുന്നു എന്ന് നവീകരണ കർത്താക്കൾ മനസ്സിലാക്കിയിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിലെ ഓരോ വാക്കിനും അവർ വില കൽപ്പിച്ചിരുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നവീകരണ കർത്താക്കളുടെ ശക്തി വർദ്ധിക്കുകയും അവരുടെ ജീവിതത്തെ ധൈര്യത്താൽ അവർ പുതുക്കുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവവചനത്തിലെ ഒന്നും അവിശ്വസിക്കുവാൻ ഉണ്ടായിരുന്നില്ല. കാരണം ദൈവവചനം വായിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ദൈവം വ്യക്തിപരമായിട്ട് നമ്മോട് സംസാരിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. വെളിപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ശക്തിയും തിരുവചനം ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അതിൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ശക്തിയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നാം ദൈവവചനം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും അത് നമ്മെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് പ്രതിബന്ധങ്ങൾ വന്നാലും ദൈവത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. തിരുവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ശക്തിയും ജീവിതത്തിൻ്റെ പ്രചോദനവും ഉപജീവനവും ആയിരിക്കണം. മറ്റൊന്നിനും അത്തരം രോഗശാന്തി ശക്തി ഉണ്ടാകുകയില്ല. കാരണം വെളിപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നു, വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് സകല ദുർമാർഗത്തിൽ നിന്നും സകല തെറ്റിൽ നിന്നും നമ്മെ നേരായ പാതയിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് ജീവജാലങ്ങൾക്കും ജീവലൂർജം നൽകുന്ന
ധൈര്യവും വിശ്വാസവും മറ്റ് യാതൊന്നിനും ഈ ലോകത്തിനോ അല്ലെങ്കിൽ മറ്റ് യാതൊരു ഗ്രന്ഥങ്ങൾക്കോ നമുക്ക് ഉൾക്കൊള്ളുവാൻ, അതിൽ നിന്ന് ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ശക്തിയും ധൈര്യവും ഉള്ളവരാക്കി ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മൾ തിരുവെഴുത്തുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തോടെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് സന്തോഷവും, നാം തളർച്ചയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയും, നാം അന്ധകാരത്തിലായിരിക്കുമ്പോൾ നമുക്ക് വെളിച്ചവും പകർന്നു നൽകുന്നു. ഇങ്ങനെ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നാം വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മെ ജീവദായക ശക്തി, അതായത് നമ്മെ സമ്പൂർണമായി വൈകാരികമായും മാനസികമായും ശാരീരികമായും ആത്മീയമായും നമ്മെ ശക്തരാക്കുകയും ഊർജ്ജസ്വലരാക്കുകയും ചെയ്യുന്നു. അത് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇങ്ങനെ നാം പൂർണ്ണമായിട്ടും ശാരീരികമായും മാനസികമായും ആത്മീയമായും വൈകാരികമായും നമ്മൾ ഊർജ്ജസ്വലരും പ്രസന്നമുള്ളവരുമാകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ച് ദൈവത്തിൻ്റെ സത്യത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കും. നമ്മൾ നവോത്ഥാന പരിഷ്കർത്താക്കളെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തെ, അവരുടെ മനസ്സിനെ പൂരിതമാക്കിയത്, അല്ലെങ്കിൽ അവരുടെ പ്രതികൂലങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ അവരെ നിലനിൽക്കുവാൻ അവരെ സജ്ജരാക്കിയത് ദൈവത്തിൻ്റെ വചനങ്ങളായിരുന്നു. മരണത്തിൽ പോലും, അല്ലെങ്കിൽ മരണത്തിന് പോലും അവരെ തോൽപ്പിക്കുവാൻ സാധിച്ചില്ല എന്ന് നമ്മൾ ചിന്തിക്കുക. അവരിൽ പലരും വചന നിമിത്തം മരിച്ചു. അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ ശക്തിയില്ലാതെ അവർക്കെതിരെ അണിനിരക്കുന്ന തിന്മകൾക്കെതിരെ അവർക്ക് നിൽക്കുവാൻ സാധിക്കുകയില്ല, ചെറുത്ത് നിൽക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് നവീകരണ പരിഷ്കർത്താക്കൾക്ക് അറിയാമായിരുന്നു. അവരെല്ലാവരും ദൈവവചനത്തെ മുറുകെ പിടിക്കുകയും ദൈവത്തിൻ്റെ സത്യം അവരുടെ ഹൃദയങ്ങളിൽ വന്നപ്പോൾ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിന് അവർ ഉത്സുകരാകുകയും അങ്ങനെ അവരുടെ ജീവനെ തന്നെ വിലയേറിയതായി എണ്ണാതെ അവരുടെ ജീവനെ തന്നെ അവർ ബലി കഴിച്ചതായിട്ട് നമ്മൾ നവോത്ഥാന പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിലെ ജനങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ വ്യക്തി ജീവിതങ്ങളിലും എന്താണ് സംഭവിച്ചത്, അവർ ദൈവവചനത്തിന് വേണ്ടി നിലനിന്നപ്പോൾ അവർക്ക് എന്താണ് അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടായത് എന്ന് നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ജോൺ വിക്ലിഫ് അദ്ദേഹം തിരുവചനത്തെ അതിൻ്റെ മൂലഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം അത് വിവർത്തനം ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അത് നിയമവിരുദ്ധമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വിചാരണ ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയും അദ്ദേഹത്തെ ഒരു മതഭ്രാന്തനെന്ന് വിധിക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ആ സമയത്ത് ജോൺ വിക്ലിഫ് തൻ്റെ ഒരു അപ്പീൽ, തൻ്റെ ഒരു വാക്ക് അല്ലെങ്കിൽ താൻ പറയുന്ന ഒരു കാര്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ മുന്നിൽ നിന്ന വ്യക്തികളോട് അല്ലെങ്കിൽ തന്നെ വിചാരണ ചെയ്തവരോട് അദ്ദേഹം ചോദിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, ആരോടാണ് നിങ്ങൾ വാദിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണ് നിങ്ങൾ തർക്കിക്കുന്നത്? ശവക്കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഒരു കിഴവനോടാണോ നിങ്ങൾ തർക്കിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ അതിന് ഉത്തരവും പറയുന്നു, അല്ല, നിങ്ങൾ വാദിക്കുന്നത് നിങ്ങൾ ആ കിഴവനോട് അല്ല, സത്യത്തോടാണ്. സത്യം നിങ്ങളെക്കാൾ ശക്തനാണ് എന്ന് അദ്ദേഹം തൻ്റെ അപ്പീലിൽ പറയുകയുണ്ടായി. അത് നിങ്ങളുടെ മേൽ വിജയം കൈവരിക്കും എന്ന് ജോൺ വിക്ലിഫ് തന്നെ വാദിച്ചവരോട് പറയുകയുണ്ടായി. എന്നാൽ ഈ ജോൺ വിക്ലിഫ് പറഞ്ഞ തൻ്റെ മൊഴികൾ ദൈവത്തിൻ്റെ സത്യവെളിച്ചം മധ്യകാലഘട്ടത്തിൽ അന്ധകാരത്തെ അകറ്റിയപ്പോൾ ജോൺ വിക്ലിഫിൻ്റെ ഈ വാക്കുകൾ യാഥാർത്ഥ്യമായി പരിണമിച്ചു എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങളിലും പരിശോധനാ സമയങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുമ്പോൾ, പല പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിലും ആഞ്ഞടിക്കുമ്പോൾ തിരുവെഴുത്തുകളിൽ നമ്മൾ എപ്രകാരമാണ് ആശ്വാസം കണ്ടെത്തിയത് എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. നാം ഓരോരുത്തരും വ്യക്തിപരമായി നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ദൈവവചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടതയും പ്രയാസവും ഒക്കെ സഹിച്ച സന്ദർഭങ്ങൾ ഉണ്ടാകാം. എന്നാൽ നവോത്ഥാന കാലഘട്ടത്തിലെ പരിഷ്കരണ കർത്താക്കൾ അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിലെ വ്യക്തി ജീവിതങ്ങൾ അനുഭവിച്ച യാതൊരു കഷ്ടപ്പാടും ദുരിതങ്ങളും ഇന്നത്തെ ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കടന്നു വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മൾ സത്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ്, തിരുവചനം മാത്രമാണോ നമ്മുടെ കയ്യിലുള്ളത്, അതോ മറ്റ്
മറ്റ് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ തിരുവചനത്തെ മറന്നുകൊണ്ട് ദൈവവചനത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പിന്മാറിപ്പോകുമോ, അതോ ദൈവവചനത്തിൽ നിലനിന്ന് അതിന് വേണ്ടിയിട്ട് മരിക്കേണ്ടി വന്നാലും ദൈവവചനത്തെ തള്ളിക്കളയാതെ അതിൽ മുറുകെ പിടിച്ച് സത്യത്തിന് വേണ്ടി നാം നിലനിൽക്കുമോ എന്ന് നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാമും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പാഠങ്ങൾ നാം പഠിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യം, അന്ത്യകാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടത്, നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്, നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് ദൈവവചനം മാത്രമായിരിക്കണം. കാരണം പരിജ്ഞാനമില്ലായികയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്ന് ദൈവവചനം തന്നെ പറയുന്നു. അപ്പോഴേ ദൈവവചനത്തിൽ നമ്മൾക്ക് പരിജ്ഞാനം ഉണ്ടാകണം. ഇവിടെ പാഠഭാഗത്ത് പറയുന്നുണ്ട്, കാരണം നമ്മുടെ ദുഃഖത്തിൽ ദൈവവചനം നമുക്ക് സന്തോഷം നൽകുന്നു, നമ്മുടെ തളർച്ചയിൽ നമുക്ക് പ്രത്യാശ നൽകുന്നു, നാം അന്ധകാരത്തിലായിരിക്കുമ്പോൾ നമുക്ക് വെളിച്ചം നൽകുന്നു, നാം അജ്ഞതയിലായിരിക്കുമ്പോൾ നമുക്ക് ജ്ഞാനം നൽകുന്നു. അപ്പോഴും യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. ദൈവവചനം മാത്രമായിരിക്കണം നമ്മുടെ ശക്തിയും നമ്മുടെ ബലവും. അത് മറ്റുള്ളവരോട് നാം അറിഞ്ഞിരിക്കുന്ന സത്യം മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വവും ലക്ഷ്യവും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട്. അതിനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. തിങ്കളാഴ്ചത്തെ പാഠഭാഗം പാസിംഗ് ഓൺ ഗോഡ്സ് വേർഡ്. ദൈവവചനം കൈമാറുന്നു. 2 കൊരിന്ത്യർ 4:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും 2 കൊരിന്ത്യർ 2:14. ദൈവവചനത്തിലെ സത്യം ഘോഷിക്കുന്നതിൽ വെല്ലുവിളികൾ നേരിട്ടെങ്കിലും പൗലോസിൻ്റെ ആത്മവിശ്വാസത്തെക്കുറിച്ച് ഈ വേദവാക്യങ്ങൾ നമ്മോട് എന്താണ് പറയുന്നത്? 2 കൊരിന്ത്യർ 4:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല, ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്നരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്ന ഉപദേശം അല്ലെങ്കിൽ ധൈര്യം, അന്നും ദൈവവചനം മറ്റുള്ളവരോട് പറയുമ്പോൾ പലപ്പോഴും അത് സ്വീകരിക്കാതെ പോയത് അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കി. അങ്ങനെ ഈ ലോകത്തിൻ്റെ പ്രഭു കുരുടാക്കാതിരുന്ന കണ്ണുകളൊക്കെയും ദൈവവചനം സത്യമാണ് എന്ന് മനസ്സിലാക്കുകയും ദൈവവചനത്തിൽ അവർ പൂർണ്ണമായും ആശ്രയിക്കുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായവും പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യത്തെ വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. സത്യം മാത്രമാണ് അവർ പ്രഘോഷിച്ചത്. ആ സത്യത്തോടെ ഉൾക്കൊണ്ടവർ അതിൽ നിലനിൽക്കുകയും എന്നാൽ ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ മനസ്സ് കുരുടാക്കാത്തവർ ആ സത്യത്തെ മനസ്സിലാക്കുകയും ചെയ്തു. നമ്മൾ 2 കൊരിന്ത്യർ 2:14 വായിക്കുമ്പോൾ, ക്രിസ്തു ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവരെ നടത്തിയത്, അവരെ നയിച്ചത് ക്രിസ്തുവാണ് എന്നുള്ളത്. അവരെവിടെയൊക്കെ അല്ലെങ്കിൽ ജയം കൊണ്ടാടിയോ, സത്യത്തിന് വേണ്ടിയിട്ട് അവർ വിജയികളായോ, അവിടെയൊക്കെയും അവരെ നടത്തുകയും അവരെ കൊണ്ട് പരിജ്ഞാനത്തിൻ്റെ ആ ഒരു പരിജ്ഞാനം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് തന്നെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവരിൽ കൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് അവർക്ക് അപ്പോസ്തലനായ പൗലോസിനും തൻ്റെ കൂട്ടാളികൾക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു. ആ ആത്മവിശ്വാസം, ദൈവത്തിൻ്റെ വചനം വളരെ ശക്തിയോടുകൂടി
പ്രഘോഷിക്കുന്നതിന് അവരെ ശക്തരാക്കി. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാനുള്ള തൻ്റെ വേലയിൽ അനേകം പ്രതിബന്ധങ്ങൾ നേരിട്ടു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളും അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹം എന്തുമാത്രം പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും തൻ്റെ സുവിശേഷ വേലയിൽ നേരിട്ടു എന്ന് നമുക്ക് കാണുന്നു. എന്നാൽ അതിലൊന്നും അദ്ദേഹം തളരാതെ അധൈര്യപ്പെടാതെ നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ദൈവത്തിൻ്റെ വചനം ഒടുവിൽ വിജയിക്കുമെന്ന ആ ഒരു ആത്മവിശ്വാസം അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്കൊന്നും കഴിവില്ലല്ലോ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അപ്പോൾ സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായിട്ട് ഒരിക്കൽ പോലും അപ്പോസ്തലനായ പൗലോസ് നിന്നിട്ടില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു, സത്യം വിജയിക്കും എന്ന ആ ഒരു വിശ്വാസം, ആത്മവിശ്വാസം അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. അതുപോലെ നവീകരണ കർത്താക്കൾക്കും അപ്രകാരമുള്ള വിശ്വാസമുണ്ടായിരുന്നു. അനേകം പരീക്ഷണങ്ങൾ അപ്പോസ്തലനായ പൗലോസിന് നേരിട്ട പോലെയുള്ള അനേകം പരീക്ഷണങ്ങൾ സത്യത്തിന് വേണ്ടിയിട്ട് അവരുടെയും ജീവിതത്തിൽ ഉണ്ടായി. എന്നിട്ടും അവരുടെ വിശ്വാസത്തെ ബലി കഴിക്കുവാൻ അവർ സന്നദ്ധരായിരുന്നില്ല. അവർ ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ അവർ ഇടം നിൽക്കാതെ അവർ വിശ്വസ്തരായി ദൈവസന്നിധിയിൽ ദൈവം എന്താണോ അവരെ ഫലമേൽപ്പിച്ചത്, അവരെന്താണോ ആ ദൈവവചനത്തിൽ കൂടെ അവരറിഞ്ഞിരിക്കുന്നത്, ആ സത്യത്തിന് വേണ്ടിയിട്ട് അവർ നിലകൊണ്ടു. അതികഠിനമായ പ്രതിസന്ധികൾ അതീവ ധൈര്യത്തോടെ അവർ നേരിട്ടു. അതിലൊരു വ്യക്തിയാണ് വില്യം ടിൻഡേൽ എന്ന വ്യക്തി. അദ്ദേഹം ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഉദാഹരണമായിട്ടാണ് സത്യത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ട് സത്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവൻ ബലിയർപ്പിച്ച ഒരു വ്യക്തിയാണ് വില്യം ടിൻഡേൽ. അദ്ദേഹം ഇംഗ്ലണ്ട് മറ്റുള്ളവർക്ക് വായിക്കുന്നതിന് വേണ്ടിയിട്ട് ബൈബിള് വിവർത്തനം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മൂലഭാഷയിൽ നിന്ന് ജോൺ വിക്ലിഫ് വിവർത്തനം ചെയ്തപ്പോഴുണ്ടായ പല പിശകുകളും വില്യം ടിൻഡേൽ തിരുത്തുവാനും അങ്ങനെ വിവർത്തനം ചെയ്ത് ബൈബിളിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അദ്ദേഹം പരിശ്രമിച്ചപ്പോൾ, അദ്ദേഹം അത് ചെയ്തപ്പോൾ ജോൺ വിക്ലിഫിനുണ്ടായ അതേ പ്രതിസന്ധി, അതേ പ്രതികൂലം ഈ വില്യം ടിൻഡേലിൻ്റെ ജീവിതത്തിലും ഉണ്ടാകുന്നു. അദ്ദേഹത്തെയും എന്ത് ചെയ്യുകയാണ്, പിടിക്കുകയും അദ്ദേഹത്തെ വിചാരണയ്ക്ക് കൊണ്ടുവരികയും ചെയ്തു. ജർമ്മനിയിലെ ഓംസിൽ വെച്ച് അദ്ദേഹം അച്ചടിച്ച അദ്ദേഹത്തിൻ്റെ ബൈബിൾ പിടിച്ചെടുത്ത് അത് പരസ്യമായിട്ട് കത്തിച്ചു എന്ന് കാണുന്നു. അതിനുശേഷം AD 1536 ബെൽജിയത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിചാരണ നടന്നത്. അദ്ദേഹത്തെ മതവിരുദ്ധത ആരോപിച്ച് അദ്ദേഹത്തിനുള്ള ശിക്ഷ അവരവിടെ വിധിക്കുന്നു. അദ്ദേഹത്തെ ചുട്ടുകൊല്ലുവാൻ തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ഒരു സ്തംഭത്തിൽ കെട്ടിയിട്ട് അദ്ദേഹത്തെ ചുട്ടുകൊല്ലുവാൻ തീരുമാനിക്കുകയും, എന്നാൽ ആ സ്തംഭത്തിൽ കെട്ടിയപ്പോൾ അദ്ദേഹത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ കത്തിക്കുകയും ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മരണമൊഴി എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ കാര്യം, കർത്താവേ, ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കണ്ണുകൾ തുറക്കേണമേ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമൊഴി. ദൈവം ടിൻഡേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായിട്ട് ഉത്തരം നൽകി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മരണശേഷം 4 വർഷത്തിനുള്ളിൽ വേദപുസ്തകത്തിൻ്റെ 4 ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ പ്രസിദ്ധീകരിച്ചു. 1611 വേദപുസ്തകത്തിൻ്റെ കിങ് ജെയിംസ് വേർഷൻ അച്ചടിക്കപ്പെട്ടു. അത് പ്രധാനമായും ടിൻഡേലിൻ്റെ എഴുത്തുകളെയും അതുപോലെ തന്നെ ടിൻഡേലിൻ്റെ എഴുത്തുകളിലെ പഴയ 54 പണ്ഡിതന്മാർ ഇരുന്നു കൊണ്ടാണ് ഇതിനെ ക്രമീകരിച്ചത്. അതിൽ ടിൻഡേൽ തയ്യാറാക്കിയതിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്ന് 76% പുതിയ നിയമത്തിൽ നിന്ന് 80% എടുത്താണ് ഈ കിങ് ജെയിംസ് വേർഷൻ എന്ന ആ ഇംഗ്ലീഷ് വിവർത്തന ബൈബിൾ തയ്യാറാക്കിയത്. 2011 ഈ കിങ് ജെയിംസ് വേർഷൻ്റെ 400-ാം വാർഷികം ആഘോഷിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 100 കോടി കോപ്പികൾ ഈ ബൈബിൾ അച്ചടിക്കപ്പെട്ടു. അതൊരു നാഴികക്കല്ലായി തീർന്നു. നമ്മൾ 2454 ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടു. ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് എത്തപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ടിൻഡേൽ സഹിച്ച ആ ത്യാഗത്തിന് വിലയുണ്ടായി എന്ന് നമുക്ക്
മനസ്സിലാകുന്നു. കാരണം നമ്മൾ വായിച്ചു, സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. അതുപോലെ തന്നെ ഈ വ്യക്തി ജീവിതങ്ങളൊക്കെയും സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായിട്ട് ഞങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മരണത്തെ അഭിമുഖീകരിച്ചപ്പോൾ അവരിൽ കൂടെ അനേകം പേർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവവചനം വിവർത്തനം ചെയ്യപ്പെടുകയും അത് നൂറുകണക്കിന് കോപ്പികൾ പരസ്യമായി പലയിടങ്ങളിലും എത്തുകയും 2454 ഭാഷകളിലേക്ക് ആ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് ബൈബിളിനെ വിവർത്തനം ചെയ്ത് അനേകം വ്യക്തി ജീവിതങ്ങളിലേക്ക് ബൈബിളിൻ്റെ സത്യങ്ങളും ആ തിരുവചന ഭാഗങ്ങളും എത്തപ്പെടുവാൻ സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സാഹചര്യങ്ങൾ നാം ഏത് സാഹചര്യത്തിൽ നിന്നാലും എത്ര ദുഷ്കരമാണെങ്കിൽ പോലും എത്ര വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും സത്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ ടിൻഡേലും തിരുവചനത്തിൻ്റെ വിശ്വാസത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അത് വിശ്വസിച്ച് അവരുടെ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ അനേകം ഭാഷകളിലേക്കും അനേകം രാജ്യങ്ങളിലേക്കും ദൈവവചനം എത്തപ്പെടുവാനുള്ള വഴി അവിടെ തുറന്ന് നൽകപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുമെന്നേക്കും ശോഭിക്കും. 12:13 പറയുന്നു, നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേൽക്കും. അപ്പോൾ സത്യത്തിന് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസ് ഈ വ്യക്തി ജീവിതങ്ങൾ ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വചനങ്ങളെ അവർ മനസ്സിലാക്കുകയും അവർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കും എന്ന് പറയുന്നു. നവോത്ഥാന കാലഘട്ടത്തിലെ ആ വ്യക്തി ജീവിതങ്ങളെ ഇന്നും നമ്മൾ ഓർക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു. കാരണം അവർ സത്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതങ്ങളെ ബലിയർപ്പിച്ചപ്പോൾ ആ സത്യം നമ്മളിലേക്കും എത്തപ്പെടുവാൻ സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദാനിയേലിനോട് ദൈവം പറയുന്നു, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. കാരണം ഇവരുടെ ഒന്നും മരണം ഒരു നിത്യമരണമായിരുന്നില്ല, അവരൊക്കെയും വിശ്രമത്തിലേക്കാണ് പോയത് എന്ന് തിരുവചന ഭാഗം നമ്മൾ പഠിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ ഈ വ്യക്തികളെ ഒക്കെയും ഉയർത്തെഴുന്നേൽക്കും, അവരെയൊക്കെയും നമുക്ക് കാണുവാൻ സാധിക്കും. കാല അവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരിക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിച്ച് സത്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതത്തെ ബലി അർപ്പിക്കുന്നവർ തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിൽ അവർ ഉയർത്തെഴുന്നേറ്റ് അവരുടെ പ്രവൃത്തിക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തങ്ങളിൽ അവർ പൂർണ്ണമായും വിശ്വസിച്ചു. ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചതുകൊണ്ട് അവരുടെ ജീവനെ തന്നെ ബലിയർപ്പിക്കുവാൻ അവർ തയ്യാറായി. അങ്ങനെ അവർ ദൈവവചനം മറ്റുള്ളവരിലേക്ക് കൈമാറുവാൻ അവർ മുഖാന്തരം ഇടയായി തീർന്നു. ഇന്നും സത്യമറിയാതെ അനേകം പേര് ഇന്ന് നമ്മുടെ ലോകത്തിലും ജീവിക്കുന്നുണ്ട്. അവരിലേക്ക് ദൈവസത്യം എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ കരങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അത് നാം ചെയ്യുമ്പോൾ നമുക്കും പീഡനവും പ്രതികൂലവും പ്രയാസവും ഒക്കെ വരും. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മുടെ തലക്കെട്ട് തന്നെ എല്ലാ പ്രതിബന്ധങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു വിശ്വാസം, തിരുവചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് കൈമാറുന്നവരായിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം സകലയിടത്തും എത്തിക്കുവാനുള്ള ആ ഒരു പദ്ധതി നമ്മുടെ ജീവിതങ്ങളിൽ കൂടെ നടപ്പിലാക്കി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ചൊവ്വാഴ്ചത്തെ പാഠഭാഗം എൻലൈറ്റൻഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനാൽ പ്രകാശിതമാകുന്നു. ഇവിടെ മാർട്ടിൻ ലൂതറിനെ നമ്മൾ കാണുന്നു. മാർട്ടിൻ ലൂതർ യൂണിവേഴ്സിറ്റിയിൽ വായനാശാലയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് തിരുവചനത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ലാറ്റിൻ കോപ്പി അദ്ദേഹത്തിന് ലഭിക്കുകയും ആ തിരുവചനം അല്ലെങ്കിൽ വേദപുസ്തകം അദ്ദേഹത്തിൻ്റെ കരത്തിൽ ലഭിച്ചപ്പോൾ അദ്ദേഹം അത് വായിക്കുന്നു. ഇതുപോലൊരു പുസ്തകം ഉണ്ടെന്ന് അദ്ദേഹം ഇതിനു മുമ്പ് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. വർദ്ധിച്ച സന്തോഷത്തോടെ ഓരോ വാക്യങ്ങളും ഓരോ അധ്യായങ്ങളും ഓരോ ഭാഗങ്ങളും അദ്ദേഹം വായിക്കുകയും ദൈവവചനത്തിൻ്റെ വ്യക്തതയിലും ശക്തിയിലും അദ്ദേഹം ആശ്ചര്യപ്പെടുന്നു. അദ്ദേഹം വേദപുസ്തകത്തിൻ്റെ ഓരോ താളുകളും മറിച്ച് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ പാരമ്പര്യത്താൽ മറഞ്ഞിരുന്ന സത്യങ്ങൾ പുറത്തേക്ക് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നൽകിയപ്പോൾ അത് അദ്ദേഹത്തിനൊരു പ്രത്യേക അനുഭവമായിട്ട് അനുഭവപ്പെട്ടു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഓരോ പേജുകളും തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായി എടുത്തുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം എഴുതി, ദൈവം എനിക്കായി അത്തരമൊരു ഗ്രന്ഥം തന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ആഗ്രഹവും അദ്ദേഹം അത് എഴുതുകയും ചെയ്തു. ഇവിടെ താഴോട്ടുള്ള ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നു, ബൈബിളിനെ എങ്ങനെ നാം വ്യാഖ്യാനിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന വേദഭാഗങ്ങളിൽ നമുക്ക് എന്ത് തത്വങ്ങൾ എടുക്കാം. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15 വരെ നമ്മൾ വായിക്കുമ്പോൾ, നമ്മൾ തിരുവചന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വചനത്തെ ആ ദൈവം എപ്രകാരമാണോ അതിനെ നമുക്ക് നൽകിയിരിക്കുന്നത്, എന്ത് അർത്ഥത്തോടെ എന്ത് തത്വത്തോടെയാണോ നൽകിയിരിക്കുന്നത്, ആ അർത്ഥം നമ്മൾ ഉൾക്കൊണ്ട് അതിനെ മനസ്സിലാക്കുന്നതിന് പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തരാക്കുന്നത്. ഇവിടെ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും നമ്മെ വഴി നടത്തും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്തു. അപ്പോൾ പരിശുദ്ധാത്മാവ് നാം വചനത്തെ സ്വയമായി എടുക്കാതെ പരിശുദ്ധാത്മാവ് എന്താണോ അതിനെ അർത്ഥമാക്കുന്നത് അത് നമുക്ക് മനസ്സിലാക്കി തരികയും അത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവം പറയുന്നത്, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അപ്പോഴും മഹത്വം ദൈവത്തിന് ലഭിക്കുന്നു. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ട് അത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വരുമ്പോൾ അത് ദൈവത്തിനാണ് മാനവും പുകഴ്ചയും നമ്മൾ കൊടുത്ത് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ഉൾക്കൊണ്ട് അതിൻ്റെ സത്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് കേൾപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾ തിരുവചനം എടുക്കുമ്പോൾ ഈ സത്യവേദ പുസ്തകത്തെ ഒരു ഭാഗം എടുത്താൽ പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കേൾക്കുവാൻ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, കാരണം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആ തിരുവചന ഭാഗം എന്താണോ അർത്ഥമാക്കുന്നത്, അതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരികയുള്ളൂ എന്നുള്ളതാണ്. നമ്മളിവിടെ യോഹന്നാൻ എഴുതിയ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് കൂടെ ആയിരുന്നപ്പോൾ അവർക്ക് സകലതും പറഞ്ഞു കൊടുത്തു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു താൻ അവരെ വിട്ടുപോയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് സകലത്തും ഉപദേശിച്ചു തരികയും നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയില്ലാതെ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സജ്ജരാക്കപ്പെടാതെ ദൈവത്തിൻ്റെ വചനം ആ ശക്തിയിലും ആ അർത്ഥത്തിലും നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സാധിക്കില്ല. ഈ പരിഷ്കരണ കർത്താക്കളെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാം നിലനിർത്തിയത് ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമാണ്. മാർട്ടിൻ ലൂതർ ദൈവവചനം അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ലഭിച്ചപ്പോൾ അദ്ദേഹം വായിച്ച ഓരോ വാക്കുകളുടെയും അർത്ഥം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പാരമ്പര്യത്താൽ മറഞ്ഞിരുന്ന അതൊക്കെയും മാറ്റി ആ സത്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സാധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും നമ്മെ വഴി നടത്തും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. പരിശുദ്ധാത്മാവ് ദൈവിക സത്യത്തിൻ്റെ ദിവ്യ വ്യാഖ്യാതാവാണ് എന്നുള്ളത് നാം ഓർക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ഇന്ന് ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന പലരും തിരുവചനത്തിലെ ഈ അമാനുഷിക ഘടകത്തെ കുറച്ച് കാണുകയും മനുഷ്യ ഘടകത്തെ പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്യുന്നു. എന്താണ് അമാനുഷിക ഘടകം? പരിശുദ്ധാത്മാവ് എന്ന ശക്തിയെ അവിടെ മറച്ചുകൊണ്ട്
തങ്ങളുടെ പുകഴ്ചയ്ക്ക് മാനത്തിനും വേണ്ടിയിട്ട് തിരുവചന ഭാഗത്തെ വളച്ചൊടിച്ച് അതിനെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. സാത്താന് ഇനി നമ്മിൽ നിന്ന് തിരുത്തുകളെ അകറ്റി നിർത്തുവാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രകാശിക്കുമ്പോൾ തിരുവചന ഭാഗത്തെ സാത്താന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. തിരുവചന ഭാഗത്തിന്റെ അമാനുഷിക സ്വഭാവത്തെ നീക്കം ചെയ്യാതെ അതിനെ കേവലം ഒരു സാഹിത്യമാക്കി എടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സത്യത്തിലും അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലും നമ്മൾ നിലനിൽക്കുകയും ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മ പ്രേരിതമായി നമ്മൾ സംസാരിക്കുകയും നമ്മൾ പഠിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് ഉപദേശിച്ച് കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ നവോത്ഥാന കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പുരോഹിതന്മാരും ഗുരുക്കന്മാരും മാർപ്പാപ്പമാരുമായിരുന്നു തിരുവചനങ്ങളെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരതിനെ വ്യാഖ്യാനിച്ചു. അല്ലെങ്കിൽ പുരോഹിതന്മാരും ഗുരുക്കന്മാരും മാർപ്പാപ്പമാരുമല്ല വിശുദ്ധ ഗ്രന്ഥമായ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാതാക്കൾ എന്നും പരിശുദ്ധാത്മാവാണ് യഥാർത്ഥ വ്യാഖ്യാതാവെന്നും നവീകരണ കർത്താക്കൾ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. കാരണം അന്ന് പുരോഹിതന്മാര് പല ഉപദേശങ്ങളും നിർദ്ദേശം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് തിരുവചനം അല്ലെങ്കിൽ ബൈബിൾ എത്തപ്പെടാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുകയുണ്ടായ 1260 ദിവസം ദൈവം തൻ്റെ സഭയെ മരുഭൂമിയിൽ ഒളിപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുകയുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെയും സത്യത്തിന് വേണ്ടിയിട്ട് നിലനിന്നിരുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടി മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് വരെയും ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടിയിട്ട് നിലനിന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. നവീകരണ കാലഘട്ടത്തിലും ഇരുണ്ട കാലഘട്ടത്തിലും എല്ലാം ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടിയിട്ട് നിലനിന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ പുരോഹിതന്മാരും ഗുരുക്കന്മാരും അതുപോലെ തന്നെ പാപ്പാത്തും ഒക്കെയും അവരുടെ രീതിയിൽ തിരുവചനത്തെ വളച്ചൊടിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പരിഷ്കരണ കർത്താക്കളിൽ കൂടെ അവർ പറയുന്നതല്ല സത്യം, ദൈവത്തിൻ്റെ വചനം ഇതാണ് പറയുന്നതെന്ന് വിളിച്ചു പറയുവാനുള്ള ധൈര്യവും ശക്തിയും പരിശുദ്ധാത്മാവ് ഈ വ്യക്തി ജീവിതങ്ങളെ നയിക്കുകയുണ്ടായി. ഇവിടെ രണ്ടുപേരെ എടുത്തു പറയുന്നുണ്ട്. ഇവിടെ സ്കോട്ടിഷ് പരിഷ്കർത്താവായ ജോൺ നോക്സും സ്കോട്ട്ലൻഡിലെ രാജ്ഞിയായ മേരിയും തമ്മിൽ രസകരമായ ഒരു സംഭാഷണം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം തിരുവെഴുത്തുകളെ ഒരു തരത്തിൽ പുരോഹിതന്മാരും ഗുരുക്കന്മാരും പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചപ്പോൾ അവർ രാജ്ഞി ചോദിക്കുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു, എന്നാൽ റോമൻ കത്തോലിക്ക അധ്യാപകർ അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഞാൻ ആരെ വിശ്വസിക്കും എന്ന് സ്കോട്ട്ലൻഡിലെ രാജ്ഞി ജോൺ നോക്സിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനുള്ള മറുപടി കൊടുക്കുന്നത് ആർ ഇതിൻ്റെ വിധി പ്രസ്താവിക്കുമെന്ന രാജ്ഞി ചോദിച്ചതിന് ജോൺ നോക്സ് മറുപടിയായി പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുക. തൻ്റെ വചനത്തിലൂടെ ദൈവം വ്യക്തമായി സംവാദിക്കുന്നു. ദൈവവചനം പഠിപ്പിക്കുന്നതിനപ്പുറത്ത് നിങ്ങൾ ആരെയും വിശ്വസിക്കരുത്. കാരണം ഒരിക്കലും താൻ പറഞ്ഞതിന് എതിരായി പറയാത്ത പരിശുദ്ധാത്മാവ് അവയെ സ്പഷ്ടമാക്കി തരും. അപ്പോൾ ദൈവത്തിൻ്റെ സത്യം നമുക്ക് മറിഞ്ഞിരിക്കുമ്പോൾ നാം ആരെ വിശ്വസിക്കണം ആരെ അവിശ്വസിക്കണം എന്ന ആ ഒരു സ്ഥാനത്ത് നാം ആയിരിക്കുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സത്യത്തെ വെളിപ്പെടുത്തി തരും എന്ന് ആണ് ജോൺ നോക്സ് സ്കോട്ട്ലൻഡ് രാജ്ഞിയോട് പറഞ്ഞത്. കാരണം ഇവിടെ എടുത്തു പറയുന്നുണ്ട്, മർക്കട പുഷ്ടിയോടെ തൻ്റെ അജ്ഞതയിൽ തന്നെ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊഴിച്ച് ആർക്കും പിന്നീട് ഒരു സംശയവും ഉണ്ടാകുന്നതല്ല. ഞാൻ വിശ്വസിച്ചിരിക്കുന്നത് അത് മാറ്റുവാൻ സാധ്യമല്ല എന്ന ആ ഒരു മർക്കട പുഷ്ടിയിൽ നിൽക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും ആ ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണോ അല്ലെങ്കിൽ ഏതാണോ സത്യം ഏതാണോ തെറ്റ് എന്നുള്ളത് അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് അവരിൽ പ്രകാശിച്ച് ആ പരിശുദ്ധാത്മാവ് ഒരിക്കലും താൻ പറഞ്ഞതിന് എതിരായി പറയാത്ത ആ പരിശുദ്ധാത്മാവ് അവർക്ക് ആ സത്യത്തെ വെളിപ്പെടുത്തി കൊടുക്കും എന്നുള്ളത് ഈ പാഠഭാഗത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ബുധനാഴ്ചത്തെ പാഠഭാഗം ക്രൈസ്റ്റ് എലോൺ, ഗ്രേസ് എലോൺ. ക്രിസ്തു മാത്രം, കൃപ മാത്രം. നമ്മൾ രക്ഷാപദ്ധതിയെക്കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23
റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ക്രിസ്തു മാത്രം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ദൈവം ദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നതാണ് രക്ഷ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ കൂടെ പാപികളായിരിക്കുന്ന നമുക്ക് സൗജന്യമായിട്ട് നാം വിശ്വസിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ നാം വിശ്വസിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ എനിക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും എന്ന് നാം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ കരഗതമാക്കുവാൻ നമ്മെ സഹായിക്കും. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം സമർപ്പിച്ചു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ഒരു മനുഷ്യൻ പോലും ദൈവസന്നിധിയിൽ രക്ഷ പ്രാപിച്ചത് തൻ്റെ പ്രവൃത്തികൾ മുഖാന്തരമാണ് എന്ന് പ്രശംസിക്കാതിരിക്കേണ്ടതിന് ആരും ആരുടെയും പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. കാരണം കൃപയാലാണ് നാം എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്, അത് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. കാരണം റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ നിത്യജീവൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ എന്ന് പറയുന്നു. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം നീതിമാന്മാർ ആയിരിക്കുമ്പോഴല്ല ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ നാം പാപികളായിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടിയിട്ട് മരിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. അപ്പോഴങ്ങനെ പാപികളായിരുന്ന നമുക്ക് വേണ്ടിയിട്ട് ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു കഴിഞ്ഞിട്ട് ആ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നമുക്ക് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നമ്മൾ എത്രയധികമായിട്ട് നമ്മൾ രക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ഇവിടെ ദൈവിക നീതി സമ്പൂർണ്ണ അനുസരണം ആവശ്യപ്പെടുന്നു. നമ്മുടെ പ്രവൃത്തികളാൽ നാം നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കണം. പ്രവൃത്തി കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്ത വിശ്വാസമാണ് എന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി, ദൈവം നമ്മെ നീതീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മൾ അനുസരിക്കണം. ആ അനുസരണം ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ അപൂർണമായ ജീവിതത്തിൻ്റെ സ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയുള്ള ജീവിതം നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത ആ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും നാം അനുസരിക്കുകയാണെങ്കിൽ കൃപയാൽ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ആരും നീതിമാന്മാർ അല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ടും നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ തീരുമാനത്തിന് മങ്ങലേൽപ്പിച്ചു, നമ്മൾ പാപം ചെയ്തു, നമ്മളെ വിട്ടുകൊടുത്താൽ നമുക്ക് നീതിമാനും വിശുദ്ധനുമായ പരിശുദ്ധ ദൈവത്തിൻ്റെ നീതിയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുകയില്ല. കാരണം നാം ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് നാം നിത്യമരണത്തിന് നാം വിധിക്കപ്പെട്ടു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പകരം തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് നമ്മെ ദൈവസന്നിധിയിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. തൽഫലമായിട്ട് നാം നിത്യമരണത്തിന് അർഹരാണ്. എന്നാൽ ഇവിടെ നമുക്കൊരു സത്വാർത്തയുണ്ട്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുവാൻ തക്കതായ
ആ ഒരു നമ്മുടെ പാപത്തിൻ്റെ ശമ്പളമായ മരണം കർത്താവായ യേശു ക്രിസ്തു കൈവരിച്ചു എന്നുള്ളതാണ്. മാർട്ടിൻ ലൂതറിനെയും നവീകരണ കർത്താക്കളെയും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഒക്കെയും രക്ഷയുടെ ഉറവിടം എന്ന് പറയുന്നത് ക്രിസ്തുവും ക്രിസ്തു മാത്രമാണെന്നും ക്രിസ്തുവിൻ്റെ കൃപ മാത്രമാണെന്നും അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ സന്ദേശം വളരെ സ്ഥലങ്ങളിൽ എത്തിക്കപ്പെടുവാൻ സാധിച്ചത്. നമ്മൾ മാർട്ടിൻ ലൂതറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകര കൃപയുടെ സന്ദേശം അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സന്ദേശങ്ങൾ കേൾക്കാൻ വളരെയധികം ജനക്കൂട്ടങ്ങൾ ഒഴുകിയെത്തി. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ആ ഒരു അന്ധകാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ തരിശായ മരുഭൂമിയിൽ കുളിർ ജലം ആവോളം അവർക്ക് ലഭിച്ചു. ഈ മാർട്ടിൻ ലൂതറിന്റെ സന്ദേശം അവർ അന്ധകാരത്തിലായിരുന്നു, അവർക്ക് ഒരു മരുഭൂമിയിലായിരുന്നു. എന്നാൽ അവർക്ക് ജീവജലം, ദൈവത്തിൻ്റെ സത്യവചനം അവർക്ക് ആവോളം അവർക്ക് ലഭിക്കുകയും അങ്ങനെ പാരമ്പര്യങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരുന്നവർ സഭയിലേക്ക് കടന്നു വരികയും അവരുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ സത്യത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ലൂതറിന്റെ സന്ദേശങ്ങൾ ഹൃദയങ്ങളെ സ്പർശിച്ചു, അനേകം ഹൃദയങ്ങൾ മാറ്റിമറിക്കപ്പെട്ടു. അപ്പോൾ ലൂതർ പുതിയ നിയമം വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്ന, പരിശുദ്ധാത്മ പ്രേരിതമായി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്ന ആ സന്തോഷം അദ്ദേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം അദ്ദേഹം നിവർത്തിക്കുവാനുള്ള ആ ഒരു കാര്യം ചെയ്യുകയും ചെയ്തു. ഇവിടെ ലൂതർ പുതിയ നിയമം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ നന്മയിൽ മതിമറന്ന് അദ്ദേഹം സന്തോഷിച്ചു. മുഴുവൻ മനുഷ്യരാശിയും രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അക്കാലത്ത് സഭാ നേതാക്കൾ പഠിപ്പിച്ച ജനപ്രിയ വീക്ഷണം അല്ലെങ്കിൽ ആ ലൂതറിന്റെ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ ഒരു വീക്ഷണം എന്ന് പറയുന്നത് ഭാഗികമായിട്ട് മനുഷ്യനും അല്ലെങ്കിൽ തങ്ങൾ ഭാഗികമായിട്ട് അനുസരിക്കുക, ഭാഗികമായിട്ട് ദൈവവും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുമെന്നതാണ്. രക്ഷ എന്ന് പറയുന്നത് മനുഷ്യൻ പകുതി അനുസരിക്കുക, ബാക്കി പകുതി ദൈവം നിർവഹിച്ചു കൊടുക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം എല്ലാ മനുഷ്യർക്കും രക്ഷ പ്രാപിക്കുന്നതിന് പര്യാപ്തമാണെന്ന് ലൂതർ കണ്ടെത്തി. അപ്പോൾ വിശ്വാസം എന്നത് അത് നമുക്ക് പൂർണ്ണ വിശ്വാസമായിരിക്കണം. അനുസരണം എന്നത് നമുക്ക് പൂർണ്ണ അനുസരണമായിരിക്കണം. അല്ലാതെ ദൈവം പകുതി ചെയ്യും, ഞാൻ പകുതി ചെയ്താൽ മതി എന്നുള്ള ആ സിദ്ധാന്തം ആയിരുന്നില്ല. അത് ലൂതർ കർത്താവായ യേശു അത് മനസ്സിലാക്കുകയും രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്തിൽ കൂടി, വിശ്വാസത്താൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ആ വചനം അദ്ദേഹം പ്രഘോഷിക്കുകയും ചെയ്തു. ദൈവം അർഹിക്കുന്നത് പോലെ നമ്മോട് പെരുമാറുവാൻ നമുക്ക് അർഹമായതുപോലെ ക്രിസ്തുവിനോട് പെരുമാറി. ദൈവത്തിനൊരു പങ്കുമില്ലാത്ത നമ്മുടെ പാപങ്ങൾക്കായി അവൻ ശിക്ഷിക്കപ്പെട്ടു. നമുക്കൊരു പങ്കുമില്ലാത്ത അവൻ്റെ നീതിയാൽ നാം നീതീകരിക്കപ്പെടേണ്ടതിന് അവൻ കഷ്ടം സഹിച്ചു. അവൻ്റെതായ ജീവിതം നമുക്ക് ലഭിക്കുവാൻ നമ്മുടേതായ മരണം അവൻ ഏറ്റെടുത്തു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം സ്വീകരിക്കുമ്പോൾ, ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ മാത്രം, ക്രിസ്തു മാത്രം, കൃപ മാത്രമാണ് നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ സുവിശേഷത്തിൻ്റെ എത്ര ശക്തവും അതിശയകരവുമായ ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. നമുക്കൊരു പങ്കുമില്ലാതിരുന്നിടത്ത് ഒരു നീതിയാൽ നാം നീതീകരിക്കപ്പെടും. എന്തൊരു വാഗ്ദാനം! അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമായിരുന്നു. ആ മരണത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം നീതിയാൽ നമ്മെ രക്ഷിക്കുന്ന ആ രക്ഷയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോഴത്തെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് രക്ഷയെങ്കിൽ, നമ്മുടെ സൽപ്രവൃത്തികൾ ക്രിസ്തീയ ജീവിതത്തിൽ എന്ത് പങ്കാണ് വഹിക്കുന്നത്? നമ്മുടെ അനുഭവത്തിൽ സൽപ്രവൃത്തികളുടെ പ്രാധാന്യം, എന്നാൽ അവയെ നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനമാക്കാതെ നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? അപ്പോഴും ദൈവത്തിൻ്റെ ക്രിസ്തു മാത്രം മതി, ക്രിസ്തുവിൻ്റെ കൃപ മാത്രം മതി എന്ന് ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ സൽപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ എന്നൊരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ നമ്മൾ മനസ്സിലാക്കി എന്താണ്, പ്രവൃത്തികളാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തികളും നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത്
പറയുന്നത് അത് പ്രവൃത്തിയാൽ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ വേണം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ മാത്രമാണ് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നമ്മൾ നിലനിൽക്കുകയും കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ രക്ഷിതാവ് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും അങ്ങനെ നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് സൽപ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിനായിട്ട് ഒരുങ്ങുവാൻ നമുക്ക് സാധിക്കും. വ്യാഴാഴ്ചത്തെ പാഠഭാഗം ഒബീഡിയൻസ് ദ ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത്. അനുസരണം വിശ്വാസത്തിൻ്റെ ഫലം. ദൈവകൽപ്പന നാം ജീവിതത്തിൽ ഉൾക്കൊണ്ട് അതിനെ അനുസരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഫലം നമ്മുടെ ജീവിതങ്ങളിൽ കാണപ്പെടും. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ആകയാൽ പ്രശംസ എവിടെ? അത് പൊയ്പോയി. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താലത്രേ. കാരണം പ്രവൃത്തികൾ കൊണ്ട് ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും അത് നമ്മുടെ പ്രവൃത്തികളിൽ കടന്നു വരികയും അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഫലം കായ്ക്കുന്ന, വിശ്വാസത്താൽ ഫലം കായ്ക്കുന്ന ദ ഫ്രൂട്ട് ഓഫ് ഫെയ്ത്ത്, ആ വിശ്വാസത്താൽ ഫലം കായ്ക്കുന്ന ദൈവമക്കളായിട്ട് ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും. കാരണം ലൂതറിൻ്റെ കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ദൈവവചനത്തെക്കുറിച്ച് സാധാരണക്കാർക്ക് അനവധി തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. കാരണം പാപമോചന ചീട്ട് അങ്ങനെ തുടങ്ങി അനവധി കാര്യങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അന്ന് അനേക കണക്കിന് ജനങ്ങളിലേക്ക് പുതിയ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ മാർട്ടിൻ ലൂതറിന് സാധിച്ചു. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത് മാർട്ടിൻ ലൂതർ മനസ്സിലാക്കുകയും അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിൽ കൂടെ ഈ സത്യവെളിച്ചം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും അത് അനേക ഹൃദയങ്ങളിൽ അത് വരികയും അവരും വിശ്വാസത്താൽ ദൈവത്തിൽ നിലനിൽക്കുകയും അങ്ങനെ ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കപ്പെടുവാൻ സാധിക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ നീതിയിലൂടെ മാത്രം ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച് ഈ വാക്യങ്ങൾ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ 6-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളും 8-ാം അധ്യായം 1-2 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതി നമുക്ക് സ്വയമായിട്ട് നമുക്കതിനെ എടുക്കുവാനോ നമുക്കതിനെ ഉൾക്കൊള്ളുവാനോ സാധിക്കുകയില്ല. ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് പാപത്തിൽ നിന്നും അതുപോലെ തന്നെ മരണത്തിൽ നിന്നും ഒക്കെയും നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. ഇവിടെ 10,000 ആളുകൾ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും മാറി യേശു ക്രിസ്തുവിലേക്ക് നോക്കുവാൻ ലൂതറിൻ്റെ പ്രസംഗം പഠിപ്പിച്ചു. ഈ ആളുകൾ തങ്ങളിലേക്കും തങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് നോക്കിയപ്പോൾ സംശയമില്ല നമ്മെപ്പോലെ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങൾ മാത്രമേ നമുക്കവിടെ കാണുവാൻ സാധിക്കുകയുള്ളൂ. നിരുത്സാഹം നമുക്കവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പൂർണ്ണ ആശ്രയം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. എന്നാലും നമ്മിലേക്ക് നോക്കാതെ നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ ജീവിതത്തിൽ വരികയും ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ച് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ആ ഒരു വിശ്വാസം നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മെ അവിടെ കാണുവാൻ സാധിക്കുകയില്ല. പകരം ക്രിസ്തുവിൻ്റെ കൃപ നമുക്കവിടെ കാണുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ജോൺ വെസ്ലിയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം മൊറാവിയൻ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ലൂതർ ലേഖനത്തിൻ്റെ ആമുഖം വായിച്ചപ്പോൾ ഈ വെസ്ലി അത് കേട്ടിരിക്കുകയും അത്ഭുതത്തോടെ അദ്ദേഹം സുവിശേഷം ജീവിതത്തിൽ ആദ്യമായിട്ട് അതിനെ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇളക്കം, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വരികയും അവന് വേണ്ടി ജീവൻ നൽകിയ ഈ ക്രിസ്തുവിങ്കിലേക്ക് അവൻ്റെ നോട്ടം അവൻ നോക്കുകയും എന്നിട്ട് വെസ്ലി പറയുകയുണ്ടായി,
ഞാൻ ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്നു, രക്ഷയ്ക്കായി ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്നു എന്ന് എനിക്ക് തോന്നി. കർത്താവ് എൻ്റെ പാപങ്ങൾ, എൻ്റെ എല്ലാ പാപങ്ങളും എടുത്തു കളഞ്ഞു എന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചു. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു, രക്ഷയ്ക്കായി ഞാൻ ക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്നു എന്ന് ജോൺ വെസ്ലിക്ക് മാർട്ടിൻ ലൂതർ റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആമുഖം വായിച്ചപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെയും കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് വരികയും അദ്ദേഹം ക്രിസ്തുവിനെ രക്ഷിതാവായി അല്ലെങ്കിൽ ക്രിസ്തുവിൽ മാത്രമാണ് തൻ്റെ രക്ഷ എന്ന് വിശ്വസിക്കുവാൻ അദ്ദേഹത്തിന് ഈ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ കൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചു. നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യഹൂദൻ എന്ത് വിശേഷത, പരിച്ഛേദന കൊണ്ട് എന്ത് പ്രയോജനം, നീതിമാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത് തുടങ്ങിയ അനേകം വചനങ്ങൾ നമ്മൾ ആ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്ന് പറയുന്നു. ഈ വേദഭാഗങ്ങൾ ഇവിടെ 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യവും, അതുപോലെ തന്നെ 2 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം, കൊലോസ്യർ 1:10, എഫേസ്യർ 4:18 മുതൽ 24 ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വേദഭാഗങ്ങൾക്ക് എന്ത് സുപ്രധാന ഈ വേദഭാഗങ്ങൾ ക്രിസ്ത്യൻ ജീവിതത്തെക്കുറിച്ച് എന്ത് സുപ്രധാന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ എപ്രകാരം നമ്മൾ അതിനെ ഉൾക്കൊള്ളണം, നമ്മൾ എപ്രകാരം ആ വചനത്തിൽ നിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അപ്പോൾ 2 പത്രോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ എന്ന് പറയുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം, ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചു ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണം എന്ന് പറയുന്നു. അപ്പോൾ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ കാണപ്പെടേണ്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വളരേണം. മായമില്ലാത്ത ദൈവത്തിൻ്റെ ആ വചനം, തിരുവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് നമ്മൾ വളരേണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഇവിടെ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മൾ പരിഷ്കരണ കർത്താക്കൾ 3-4 വ്യക്തികളെക്കുറിച്ച് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അവർ സത്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തെ ബലിയർപ്പിച്ചു. അവർക്ക് ലഭിച്ചത് എന്ന് പറയുന്നത് ഉയർന്ന വില. അനേകം തിരുവെഴുത്ത് വിശ്വാസികളായ ക്രിസ്ത്യാനികൾ അവരുടെ പ്രതിബദ്ധതയ്ക്ക് ഉയർന്ന വില നൽകേണ്ടി വന്നു. എന്ത് ചെയ്തു? അവരെ പീഡിപ്പിക്കുകയും തടവിലാക്കുകയും നാടുകടത്തുകയും വധിക്കുകയും ചെയ്തു. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി, അവരുടെ വീടുകൾ കത്തിച്ചു, അവരുടെ ഭൂമി നശിപ്പിക്കപ്പെട്ടു, അവരുടെ കുടുംബങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് എബ്രായർ 11:10 പറയുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനവും ഉള്ളതുമായ നഗരത്തിനായിട്ട് അവർ കാത്തിരുന്നു. ആ ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ മരിച്ചാലും ഞാൻ വീണ്ടും ജീവിക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന ആ ഒരു വിശ്വാസത്തിൽ അവർ നിലനിന്നതുകൊണ്ട് അവരുടെ പീഡനവും അവരെ പീഡിപ്പിച്ചപ്പോഴും അവരെ പരിഹസിച്ചപ്പോഴും അവരെ നിന്ദിച്ചപ്പോഴും അവരെ നാടുകടത്തിയപ്പോഴും അവരെ വധിച്ചപ്പോഴും എല്ലാം ഈ വിശ്വാസത്തിൽ ദൈവം അവർക്ക് ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ
ഈ ഭൂമിക്ക് വേണ്ടിയിട്ടല്ല, ഈ ലോകത്തിന് വേണ്ടിയിട്ടല്ല, ആ നഗരത്തിന് വേണ്ടിയിട്ട് അവർ കാത്തിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. അവരെ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവരെ പീഡിപ്പിച്ചവരെ അവർ അനുഗ്രഹിച്ചു. ഇരുട്ടിലും നനഞ്ഞ തടവറയിലും അവർ തളർന്നിരുന്നപ്പോൾ ശോഭനമായ നല്ല നാളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അവർ അവകാശപ്പെട്ടു. അവരെ ശാരീരികമായി തടവിലാക്കിയെങ്കിലും അവർ ക്രിസ്തുവിൽ സ്വതന്ത്രരായിരുന്നു. അവർ തടവറയിലാണ് എങ്കിലും അവർ ദൈവത്തിൽ സ്വതന്ത്രരായിരുന്നു. അവർക്ക് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചിരുന്നു. അവന്റെ വചനത്തിലെ സത്യങ്ങളിൽ സ്വതന്ത്രരായിരുന്നു. അവൻ ഉടൻ മടങ്ങി വരുമെന്ന പ്രത്യാശയിൽ അവർ സ്വതന്ത്രരായിരുന്നു. അവരുടെ വിശ്വാസത്തെ അവർ ഒരു തരത്തിലും അവരെന്ത് ചെയ്തില്ല, അവരവരുടെ വിശ്വാസത്തെ ബലി കഴിച്ചില്ല. അവരുടെ വിശ്വാസം അവരുടെ ജീവിതമായിരുന്നു. അവർ വിശ്വസിച്ചിരുന്ന തത്വങ്ങൾ ഒരിക്കലും അവർ ബലിയർപ്പിക്കാൻ സന്നദ്ധരായിരുന്നില്ല. അങ്ങനെ ബലിയർപ്പിക്കുന്നത് തങ്ങളുടെ ജീവിതം തന്നെ ആയിരിക്കും എന്ന ആ ഒരു സത്യത്തിൽ അവർ നിന്നു. അതുകൊണ്ട് അവരുടെ ജീവിതങ്ങളെ അവർ ബലിയർപ്പിച്ചപ്പോൾ, അവർ തടവറയിലായിരുന്നപ്പോൾ അവർ ക്രിസ്തുവിൽ സ്വതന്ത്രരായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയും ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങളിൽ അവർ സ്വതന്ത്രരായി നിലകൊള്ളുകയും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ നിങ്ങൾ സ്വയം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് രക്ഷയാണുള്ളത്? നാം നോക്കുമ്പോൾ നമുക്കൊരു രക്ഷയും ഈ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് രക്ഷ ഉറപ്പായിട്ടും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്താൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുസരണമാണ് വിശ്വാസത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ആ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും എന്ത് പ്രതിബന്ധങ്ങൾ നമ്മുടെ മുൻപിൽ കടന്നു വന്നാലും ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ട് നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തട്ടെ. കൂടുതൽ ചിന്തയ്ക്കായിട്ട് തന്നിരിക്കുന്നത് നമുക്കിവിടെ ഒരു കൊട്ടേഷൻ തന്നിട്ടുണ്ട്. എൽ ജി വൈറ്റിൻ്റെ ഇത് ഗ്രേറ്റ് കോൺട്രവേഴ്സി പേജ് 208. ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസന്മാർ തനിയെ അധ്വാനിച്ചില്ല. ഭരണാധികാരികളും അധികാരികളും ഉന്നത സ്ഥാനങ്ങളിലെ ദുരാത്മാക്കളും അവർക്കെതിരെ യുദ്ധം ചെയ്തപ്പോൾ കർത്താവ് തൻ്റെ ജനത്തെ കൈവിട്ടില്ല. അവരുടെ കണ്ണുകൾ തുറക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പണ്ടത്തെ പ്രവാചകന് സഹായം അനുവദിക്കപ്പെട്ടതുപോലെ ദിവ്യ സാന്നിധ്യത്തിൻ്റെ വ്യക്തമായ തെളിവ് അവർക്ക് കാണാൻ കഴിയുമായിരുന്നു. എലീഷായുടെ ദാസൻ ശത്രു സൈന്യം അവരെ ചുറ്റിയിരിക്കുന്നതും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നതും തൻ്റെ യജമാനനെ കാണിച്ചപ്പോൾ പ്രവാചകൻ പ്രാർത്ഥിച്ചു, ഇവൻ കാണാതവണ്ണം ഇവൻ്റെ കണ്ണ് കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കേണമേ. ആ ദൈവമനുഷ്യനെ സംരക്ഷിക്കാനായി സ്വർഗത്തിലെ സൈന്യം അഗ്നിമയ രഥങ്ങളിലും കുതിരകളിലുമായി പർവ്വതം നിറഞ്ഞിരുന്നു. നവീകരണത്തിൻ്റെ വേലക്കാരെ അങ്ങനെ തന്നെ മാലാഖമാർ കാത്തു. നമ്മളിവിടെ ജോൺ വിക്ലിഫ് അതുപോലെ തന്നെ അനേകം വ്യക്തികൾ വധിക്കപ്പെട്ടത് നമ്മൾ പഠിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും മാലാഖമാരുടെയും സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഈ ഭാഗത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഒരിക്കലും ദൈവം തൻ്റെ ജനത്തെ ഏകനായി കൈവിട്ടിട്ടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. എപ്പോഴും എൻ്റെ സാന്നിധ്യം, എൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തങ്ങളിൽ അവർ വിശ്വസിച്ചു. ലൂതറിൻ്റെ ഒരു പുതിയ സത്യമായിരുന്നു ലൂതറിന്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്നുള്ളത്. ആ വിശ്വാസത്താലുള്ള നീതീകരണം തൻ്റെ ദൗത്യമായിട്ട് അദ്ദേഹം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹവും തൻ്റെ ദൗത്യത്തിൽ പൂർണ്ണ സ്ഥിരതയോടുകൂടി മറ്റുള്ളവരിലേക്ക് ആ സുവിശേഷം എത്തിക്കുവാൻ കഠിന പ്രയത്നം ചെയ്യുകയും അങ്ങനെ ആ സുവിശേഷത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുകയുണ്ടായി. ഇന്ന് നാം ആയിരിക്കുമ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള ആ പോരാട്ടം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. സത്യം മനസ്സിലാക്കിയിരിക്കുന്ന നമ്മൾ മറ്റുള്ളവരിലേക്ക് സത്യം എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഇന്നും അല്ലെങ്കിൽ തിന്മയിൽ അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കാതെ നിൽക്കുന്ന അനേകം പേരുണ്ട്. അവരിലേക്ക് സത്യം എത്തിക്കുവാനുള്ള ആ ഉത്തരവാദിത്വം നമ്മുടെ കരങ്ങളിലാണ്. ഒരു പക്ഷേ നവീകരണ കാലഘട്ടത്തിലും അതുപോലെ തന്നെ പഴയ നിയമ കാലഘട്ടത്തിലും ഉള്ളതിനെക്കാട്ടിലും അധികം പീഡനം അവസാന കാലഘട്ടത്തിൻ്റെ സഭയുടെ മുൻപിലിരിക്കുന്നു. ആ പീഡനത്തിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഇപ്പോഴും നമുക്ക് വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ച്
എന്നാൽ ഒന്നും സാധ്യമല്ല എന്ന ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുവാനും ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിച്ച് വഴി നടത്തും. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠപഠനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന അടിയങ്ങളുടെ സ്വർഗീയ നാഥ, വാഴ്ത്തപ്പെട്ട പിതാവേ, അടിയങ്ങൾക്ക് പിതാവേ ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വിവാദം എന്ന പിതാവേ പാഠഭാഗത്തെ ആസ്പദമാക്കിയാകുന്നു. അടിയങ്ങൾ പിതാവേ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അടിയങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാനും അവിടുത്തെ തിരുവചന ഭാഗങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും അവിടുത്തെ സത്യത്തെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനും അടിയങ്ങളിൽ കൂടെ അങ്ങ് അവിടുന്ന് ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ ക്വാർട്ടറിൽ തന്നിരിക്കുന്ന ഈ പാഠഭാഗം അടിയങ്ങൾ പഠിക്കുമ്പോൾ ആ നന്മയും തിന്മയും തമ്മിലുള്ള ആ വലിയ പോരാട്ടം അടിയങ്ങൾക്ക് മനസ്സിലാക്കുവാനും പിതാവെ നന്മയുടെ വശത്ത് നിന്നുകൊണ്ട് അങ്ങയിൽ വിശ്വസിച്ച് അടിയങ്ങൾ ജീവിക്കുവാനും അടിയങ്ങളെ അങ്ങ് അവിടുന്ന് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് അവിടുത്തെ നീതിയിൽ നടക്കുവാൻ അവിടുത്തെ കൃപ അടിയങ്ങളുടെ എല്ലാവരുടെയും മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യവും കൃപയും അവിടുന്ന് ഇരിക്കണമെന്ന് യാചിക്കുന്ന പിതാവേ, അടിയങ്ങൾ അന്ത്യകാലഘട്ടത്തിലാകുന്നു. അങ്ങയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള പരിജ്ഞാനം സ്വർഗത്തിൽ നിന്ന് അടിയങ്ങളുടെ മേൽ അവിടുന്ന് പകരണം. അവിടുത്തെ കൃപയാലും കരുണയാലും വഴി നടത്തണം. ഞങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ ക്രിസ്തയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.